നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഷീറ്റ് റബ്ബറിന് വില 200 കടന്നു. വിപണിയിൽ ഷീറ്റ് ക്ഷാമം രൂക്ഷം. ലാറ്റക്സും ചിരട്ടപ്പാലും വിൽക്കുന്നത് തിരിച്ചടി. കർഷകർക്ക് വിലവർധന പ്രയോജനം ചെയ്യുന്നില്ല. അക്ഷരനഗരിയുടെ തിലകക്കുറിയായ ബസേലിയസ് കോളേജിന് ഓട്ടോണമസ് പദവി. നാക് മൂല്യനിർണ്ണയത്തിൽ A++ ഗ്രേഡ്. ഡോക്ടർ സഖറിയാസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത പ്രഖ്യാപനം നടത്തി. ചിറക്കടവ് ക്ഷേത്ര പരിസരം ഭക്തിപ്രഭയിൽ. ദിനവും എത്തുന്നത് ആയിരങ്ങൾ. ആസ്വാദക ഹൃദയം കവർന്ന് കലാപരിപാടികൾ. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരം കോട്ടയത്ത്. കോതനെല്ലൂർ ഇമ്മാനുവൽ സ്കൂളും പാമ്പാടി RITയും ജേതാക്കൾ. വാർത്തകൾ വിശദമായി. 200 കടന്ന് റബ്ബർ വില. റബ്ബർ ഷീറ്റിന്റെ ആഭ്യന്തര വിലയും രാജ്യാന്തര വിലയും കിലോഗ്രാമിന് 200 കടന്നു. എന്നാൽ വിപണിയിൽ ചരക്ക് ക്ഷാമം രൂക്ഷമാണ്. ഇന്നലെ കോട്ടയം, കൊച്ചി മാർക്കറ്റുകളിൽ RSS 4 റബ്ബറിന് 250 രൂപയാണ് ലഭിച്ചത്. റബ്ബർ സ്പോട്ട് വില 197 വരെ കച്ചവടം നടന്നു. വില 200 കടന്നെങ്കിലും കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. ഷീറ്റ് റബ്ബറിന്റെ ആഭ്യന്തര വിലയും രാജ്യാന്തര വിലയും കിലോഗ്രാമിന് 200 രൂപ കടന്നു മുന്നേറുന്നു. മാർക്കറ്റിൽ ചരക്കു ക്ഷാമം രൂക്ഷവുമാണ്. സ്വാഭാവിക ഇലപൊഴിച്ചിലിനു ശേഷം ഇലകൾ തളിർത്തതോടെ കർഷകരിൽ ഭൂരിപക്ഷവും ടാപ്പിംഗ് നിർത്തിയതാണ് ചരക്കു ദൗർലഭ്യത്തിന് കാരണമെന്ന് റബ്ബർ ഉൽപാദക സംഘങ്ങൾ പറയുന്നു. വിലവർദ്ധനവിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. റബ്ബർ ഷീറ്റാക്കാതെ ലാറ്റക്സായും ചിരട്ടപ്പാലായും വിൽക്കുന്നതാണ് കർഷകർക്ക് വിലയുയരുമ്പോൾ പ്രയോജനം ലഭിക്കാതെ വരുന്നതിന് പ്രധാന കാരണം. കഴിഞ്ഞ വർഷം മാർച്ച് ഓഗസ്റ്റിൽ റബ്ബർ വില 213 രൂപ വരെ എത്തിയിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വില വർധനവിൽ കർഷകർക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല. നിലവിൽ റബ്ബർ മരങ്ങൾ ഇല കൊഴിച്ച ശേഷം തളിരിട്ടു നിൽക്കുകയാണ്. ഇതുമൂലം ബഹുഭൂരിഭാഗം തോട്ടങ്ങളിലും ടാപ്പിംഗ് നടക്കുന്നില്ല. റബ്ബർ വില 213 രൂപയിലെത്തിയ ഓഗസ്റ്റ് മാസവും മഴ മൂലം ഉൽപാദനം കുറവായിരുന്നു. കർഷകർ റബ്ബർ ഷീറ്റാക്കി സംഭരിച്ചു വെക്കാത്തതാണ് വിലയുയരുന്നതിന്റെ പ്രയോജനം ലഭിക്കാത്തതിന് കാരണം. ലാറ്റക്സായും ചിരട്ടപ്പാലായും വിൽപ്പന നടത്തുമ്പോൾ അതത് കാലയളവിലെ വില മാത്രമാണ് കർഷകർക്ക് ലഭിക്കുക. എന്നാൽ വില ഉയരുന്നത് ആഭ്യന്തര ഉൽപാദനത്തിൽ കുറവുണ്ടാകുമ്പോഴാണെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി AB ഐപ്പ് പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സംഭവം നിലനിൽക്കുകയാണെങ്കിൽ ഒരു 230 രൂപയ്ക്ക് മുകളിലേക്ക് ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി റബ്ബർ ഷീറ്റിന്റെ വില എത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ഉൽപാദനം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ വില വർദ്ധിക്കുന്നത് കൊണ്ട് അതിന്റെ പ്രയോജനം ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഈ പറയുന്ന വൻകിട ടയർ കമ്പനികൾക്ക് അവരുടെ ഈ പറയുന്ന റബ്ബർ ഷീറ്റ് വിൽപ്പന നടത്തുന്നതിനും അതുപോലെ തന്നെ ഈ പറയുന്ന വലിയ ടയർ മുതലാളിമാർക്കൊക്കെ നേട്ടം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇവിടുത്തെ കർഷകർക്ക് ഇപ്പോൾ ഉണ്ടായ വിലവർധനവിൻ്റെ ഒരു പ്രയോജനം തീർത്തും ലഭിക്കാതെ പോകുന്നു. അതിലും ഗുരുതരമാണ് ഈ പറയുന്ന റബ്ബർ ഷീറ്റിന്റെ ഉൽപ്പാദനത്തിൽ നിന്നും കർഷകർ പുറകോട്ട് പോകുന്ന സാഹചര്യത്തെ സ്വാഭാവിക റബ്ബർ ഷീറ്റ് ഉൽപ്പാദനത്തിലേക്ക് കർഷകരെ ആകർഷിക്കുന്നതിനുള്ള നടപടികൾ റബ്ബർ ബോർഡ് അടിയന്തരമായി സ്വീകരിക്കണം. ടാപ്പിംഗ് കാലാവധി പൂർത്തിയാക്കിയ ശേഷം റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുക, കർഷകർ മറ്റു കൃഷിയിലേക്ക് തിരിയുന്നത് കോട്ടയം ജില്ലയിൽ വ്യാപകമാണ്. പുനർകൃഷിക്കുള്ള റബ്ബർ ബോർഡ് സബ്സിഡി, സംസ്ഥാന സർക്കാരിന്റെ കേരള പദ്ധതി എന്നിവ വഴി ആവർത്തന കൃഷിക്ക് വലിയ സഹായം ലഭിക്കുമ്പോഴും ഉൽപാദന ചെലവിലും വിലയിലെ ഏറ്റക്കുറച്ചിലുകളിൽ മൂലം കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്ന പ്രവണത തുടരുകയാണ്. അതേസമയം റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് റബ്ബർ ബോർഡ് പറയുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ മാർച്ച് മാസത്തോടെ റബ്ബർ വില 220 രൂപയ്ക്ക് മുകളിലെത്തിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഷീറ്റായി തന്നെ റബ്ബർ വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് പ്രോത്സാഹനം ഉണ്ടായെങ്കിൽ മാത്രമേ റബ്ബർ കൃഷി പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തൂ എന്നാണ് വിലയിരുത്തൽ. ലാറ്റക്സായും ചിരട്ടപ്പാലായും റബ്ബർ വിപണിയിലേക്ക് എത്തുമ്പോൾ ലാഭം ടയർ കമ്പനികൾക്കും മറ്റ് വൻകിട റബ്ബർ ഉപഭോക്താക്കൾക്കുമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 6 പതിറ്റാണ്ടിലേറെ കാലമായി അക്ഷരനഗരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും യുവതലമുറയെ വിജ്ഞാനത്തിന്റെ പാതയിൽ നയിച്ച ബസേലിയസ് കോളേജിന് സ്വയംഭരണ പദവി. ഡോക്ടർ സഖറിയാസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത സ്വയംഭരണ പദവി പ്രഖ്യാപനം നടത്തി. അക്ഷരനഗരിയുടെ തിലകക്കുറിയായ കോട്ടയം ബസേലിയസ് കോളേജ് നേട്ടങ്ങളുടെ നെറുകയിൽ. കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചു. വജ്ര ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുമ്പോഴാണ് മറ്റൊരു അംഗീകാരവുമായി കോളേജിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്വയംഭരണ പദവി നൽകി ഉയർത്തിയത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോളേജുകളിൽ ആദ്യ സ്വയംഭരണ പദവി ലഭിക്കുന്ന കോളേജ് എന്ന പ്രത്യേകത ബസേലിയസിനുണ്ട്. സ്വയംഭരണ പദവി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി രാവിലെ വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം ദേവലോകം അരമനയിൽ എത്തി സഭാ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കോളേജിൽ എത്തി. ഉച്ചയ്ക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓട്ടോണമി സമ്മേളനമായ നോവയിൽ MOC കോളേജുകളുടെ മാനേജർ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേ മെത്രാപൊലീത്ത സ്വയംഭരണ പദവി പ്രഖ്യാപനം നടത്തി. As the manager of MOC colleges, I hereby declare that Basilius College has become an autonomous institution. പൂർവ്വ വിദ്യാർത്ഥിയും ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുമായ VG അരുൺ മുഖ്യാതിഥിയായി. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ TC അരവിന്ദ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വയംഭരണ പദവിയിലേക്ക് എത്തുമ്പോൾ കോളേജിന് സ്വന്തമായി കോളേജ് ആന്തവും NCC ബാൻഡും ഈ പദവി പ്രഖ്യാപനത്തോടൊപ്പം സാക്ഷാത്കരിക്കപ്പെട്ടു. NCC ബാൻഡുള്ള സംസ്ഥാനത്തെ രണ്ടാമത്തെ കോളേജ് എന്ന പെരുമയാണ് കോളേജിന് സ്വന്തമായത്. സംസ്ഥാനത്ത് ഒരു കോളേജിന് മാത്രമാണ് NCC യൂണിറ്റിന് ബാൻഡ് ടീം ഉള്ളത്. 1966 NCC ആർമി വിഭാഗം യൂണിറ്റ് ബസേലിയസ് കോളേജിൽ ആരംഭിച്ചത്. അന്നു മുതൽ ഇന്നോളം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയെത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന ക്യാമ്പുകൾ, ഇന്ത്യൻ ആർമി നടത്തുന്ന തത്സൈനിക ക്യാമ്പുകൾ എന്നിവയിൽ കോളേജിൽ നിന്നുള്ള കേഡറ്റുകൾ പങ്കെടുക്കുന്നു. മികച്ച NCC യൂണിറ്റിനും അസോസിയേറ്റ് NCC ഓഫീസർമാർക്കുമുള്ള പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഏറെ നാളത്തെ കോളേജിന്റെയും NCC യൂണിറ്റിന്റെയും ശ്രമഫലമായാണ് 45 പേരടങ്ങുന്ന ബാൻഡ് ടീം സജ്ജമായിരിക്കുന്നത്. കോളേജിനെ സംബന്ധിച്ച് NCC യൂണിറ്റ് കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ബാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനകത്ത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കോളേജിനെ ഒരു NCC ബാൻഡ് ഇന്നിവിടെ സജ്ജമാകാൻ വേണ്ടി കഴിഞ്ഞത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ കോളേജിന്റെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കുട്ടികളുടെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. വരും നാളുകളിൽ ദേശീയ തലത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ ദിനാചരണങ്ങളൊക്കെ NCC കേഡറ്റുകൾക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയും കൂടിയാണ് NCC ബാൻഡ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ബസേലിയോസ് കോളേജ് ഓട്ടോണമസ് ആയി മാറുന്ന ഘട്ടത്തിൽ വളരെ അഭിമാനകരമായിട്ട് ബസേലിയോസ് ഗോൾഡൻ ബീറ്റ്സ് എന്ന പേരിൽ ഞങ്ങളെ NCC ബാൻഡിനെ ഇവിടെ പ്രസന്റ് ചെയ്യും. 10 ലക്ഷത്തോളം രൂപയാണ് പരിശീലനത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി ചെലവഴിച്ചത്. മികച്ച NCC യൂണിറ്റിന് MG സർവകലാശാല നൽകുന്ന 2024-25 വർഷത്തെ മേജർ ബിപിൻ റാവത്ത് അവാർഡ് ബസേലിയോസ് കോളേജ് NCC യൂണിറ്റിനാണ് ലഭിച്ചത്. കോളേജിന്റെ പ്രഥമ NCC ബാൻഡ് ടീമിൽ അംഗമായത് വിദ്യാർത്ഥികൾക്കും അഭിമാനവും സന്തോഷവുമാണ്. സ്വയംഭരണ പദവി നേടിയതോടെ കോളേജിൽ നിലവിലുള്ള കോഴ്സുകൾക്ക് പുറമെ പുതിയ കാലത്ത് രാജ്യത്തിനകത്തും പുറത്തും ധാരാളം തൊഴിൽ സാധ്യതയുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിക്കും. അതിനുള്ള കരിക്കുലം ഫ്രെയിംവർക്കുകൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം 4 ദിവസം പിന്നിട്ടു. പകൽ നടക്കുന്ന ഉത്സവബലി കണ്ടുതൊഴാൻ 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും രംഗമണ്ഡപത്തിൽ അരങ്ങേറുന്നു. ചിറക്കടവിന്റെ രാപ്പകലുകളെ ഭക്തിയിലും ആനന്ദത്തിലും ആറാടിച്ച് ചിറക്കടവ് ശ്രീ മഹാദേവന്റെ തിരുവുത്സവം ഭക്തിസാന്ദ്രമായി പുരോഗമിക്കുന്നു. പകൽ നടക്കുന്ന ഉത്സവബലി കണ്ടുതൊഴാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. വൈകിട്ട് നടക്കുന്ന കാഴ്ചശ്രീബലിയും ശ്രീഭൂതബലിയും ഭക്തിസാന്ദ്രമാണ്. ദിവസവും കലാമണ്ഡപത്തിൽ ആസ്വാദകരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കലാപരിപാടികളും അരങ്ങേറുന്നു. ഗൗരി നന്ദന റോബിന്റെ ഭരതനാട്യവും ഹർഷൻ നായർ വണ്ടങ്കൽ അവതരിപ്പിച്ച സംഗീതാർച്ചനയും ആസ്വാദക ഹൃദയം കീഴടക്കി.
നൂറുകണക്കിന് ഭക്തരാണ് ദിവസവും ദേശനാഥന്റെ തിരുവുത്സവം കൂടുന്നതിനായി ചിറക്കടവിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരം കോട്ടയം BCM കോളേജിൽ നടന്നു. സ്കൂൾ വിഭാഗത്തിൽ കോതനെല്ലൂർ ഇമ്മാനുവൽ സ്കൂളും കോളേജ് തലത്തിൽ പാമ്പാടി RITയും ജേതാക്കളായി. പുരാതന കാലം, നവോത്ഥാനം, കല, സാഹിത്യം, സ്പോർട്സ്, ഭാവി കേരളത്തിനായുള്ള പദ്ധതികൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം പുതുതലമുറയ്ക്കുള്ള അറിവ് വിളിച്ചോതുന്നതായിരുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ കോട്ടയം ജില്ലാതല മത്സരങ്ങൾ. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നിവ സംയുക്തമായി കോട്ടയം BCM കോളേജിലാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ വിഭാഗത്തിൽ കോതനെല്ലൂർ ഇമ്മാനുവൽസ് HSSലെ P. കാർത്തിക്, ശരൺ കെന്നഡി എന്നിവർ ഉൾപ്പെട്ട ടീം ഒന്നാം സ്ഥാനം നേടി. ബ്രഹ്മമംഗലം VHSSലെ TK ആദിനാരായണൻ, ജൂണ ബൈജു എന്നിവരുടെ ടീമിനാണ് രണ്ടാം സ്ഥാനം. കോളേജ് വിഭാഗത്തിൽ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അഭിജിത്ത് മധു, നിർഭയ D, സുനിൽകുമാർ എന്നിവരുടെ ടീം ഒന്നാം സ്ഥാനം നേടി. പള്ളം ബിഷപ്പ് സ്പീച്ച്ലി കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ അരുൺ C. സാം, മരിയ ജോസി എന്നിവർ ഉൾപ്പെട്ട ടീമിനാണ് രണ്ടാം സ്ഥാനം. ഡോക്ടർ GK ആഗ്നേയ് ക്വിസ് മാസ്റ്ററായിരുന്നു. പ്രാഥമിക മത്സരത്തിൽ വിജയിച്ച 6 ടീമുകളാണ് 2 വിഭാഗങ്ങളിലും ഫൈനലിൽ ഇടം നേടിയത്. സ്കൂൾ വിഭാഗത്തിലെ വിജയികൾക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S. ശ്രീജിത്തും, കോളേജ് വിഭാഗത്തിൽ കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ K. മണിലാലും സമ്മാനങ്ങൾ നൽകി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി G. അലക്സാണ്ടർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഫിൽസി ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിശ്വകർമ്മ ഐക്യവേദി നടത്തുന്ന അവകാശ സംരക്ഷണ ജാഥ കോട്ടയം ജില്ലയിലെത്തി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മ സമുദായത്തിന് വേണ്ട പരിഗണന നൽകണമെന്നാവശ്യപ്പെട്ടാണ് ജനുവരി 29-ന് കാസർഗോഡ് നിന്നും ജാഥ ആരംഭിച്ചത്. വിശ്വകർമ്മ ഐക്യവേദി സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ജാഥയ്ക്ക് കോട്ടയം തിരുനക്കരയിൽ സ്വീകരണം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട പരിഗണന നൽകുക, സെപ്റ്റംബർ 17-ന് പൊതു അവധിയായി പ്രഖ്യാപിക്കുക, സംവരണം ജനസംഖ്യാനുപാതികമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 29-ന് കാസർഗോഡ് നിന്നാണ് ജാഥ ആരംഭിച്ചത്. KSVS സംസ്ഥാന സെക്രട്ടറി ജ്യോതികുമാർ വെഞ്ഞാറമൂട് ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന അല്ല, ഒരു സമുദായ സംഘടന അല്ല. വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറയുന്ന വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയാണ്. അതിൽ AKVMS തൊട്ട് ഉള്ള കേരളത്തിലെ മിക്കവാറും പല സംഘടനകളുമുണ്ട്. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. രവീന്ദ്രനാഥ് വാകത്താനം, ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ B. രാധാകൃഷ്ണൻ, മാനേജർ വിഷ്ണു ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവിന്റെ പൊതുരംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു വണ്ടങ്കൽ B. ഉണ്ണികൃഷ്ണൻ നായരുടേത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി ആളുകൾ ഉണ്ണികൃഷ്ണൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചിറക്കടവിന്റെ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഇന്നലെ അന്തരിച്ച 20-ാം മൈൽ വണ്ടങ്കൽ B. ഉണ്ണികൃഷ്ണൻ നായർ. ചിറക്കടവ് വില്ലേജ് യൂണിയൻ പ്രസിഡന്റായിരുന്ന പരേതനായ വണ്ടങ്കൽ സുകുമാരൻ നായരുടെ മകനാണ് B. ഉണ്ണികൃഷ്ണൻ നായർ. 1980 കാലയളവിൽ ചിറക്കടവ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. NSS യൂണിയൻ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ചു. ഈ സമയത്താണ് ചിറക്കടവ് ക്ഷേത്രം ഇന്ന് കാണുന്ന ഉയർച്ചയിലേക്ക് എത്തിയത്. ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകളും കൊടിമരം സ്വർണം പൂശുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടന്നത് B. ഉണ്ണികൃഷ്ണൻ നായരുടെ കാലയളവിലാണ്. ജില്ലയിലെ മറ്റ് മഹാക്ഷേത്രങ്ങൾക്കൊപ്പം ചിറക്കടവ് ക്ഷേത്രത്തെയും വളർത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ നായർ വഹിച്ച പങ്ക് വലുതാണെന്ന് അദ്ദേഹത്തോടൊപ്പം അമ്പലം കമ്മിറ്റിയിലുണ്ടായിരുന്ന ഗോപാലകൃഷ്ണ പണിക്കർ പറഞ്ഞു. ബോർഡിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാക്കി വൈക്കം, കോട്ടയം, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളുടെ അതേ ഗ്രേഡിലേക്ക് നമ്മുടെ ക്ഷേത്രത്തെ വളർത്തിക്കൊണ്ടുവന്നു. അത് ഉണ്ണിച്ചേട്ടന് പ്രത്യേക ഒരു താല്പര്യം, ഉണ്ണിച്ചേട്ടനോട് ബോർഡിനുണ്ടായിരുന്ന ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഇത്രയെല്ലാം ചെയ്ത് എടുക്കാൻ സാധിച്ചത്. ആ ഉണ്ണികൃഷ്ണൻ നായരുടെ നിര്യാണത്തിൽ അങ്ങേറ്റത്തെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ചിറക്കടവിന്റെ പൊതുരംഗത്തും സാമൂഹിക രംഗത്തും ഉണ്ണികൃഷ്ണൻ നായർ ചെയ്ത പ്രവർത്തനങ്ങളെ ആദരവോടെയാണ് കാണുന്നതെന്ന് NSS പൊൻകുന്നം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ പറഞ്ഞു. ഉണ്ണിയായിട്ട് എനിക്ക് ദീർഘനാളത്തെ പരിചയവും ബന്ധവും ഉണ്ടതാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീ ഉണ്ണിയാണ്. അദ്ദേഹം പൊതുരംഗത്തും സാമൂഹിക രംഗത്തും സാമുദായിക രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരേ കരയോത്തിൽ നിന്ന് തന്നെ പ്രതിദാനം ചെയ്ത വ്യക്തികളായിരുന്നതാണ്. അതിലേക്ക് ഏറ്റവും ഉപരി എന്ന് പറയുന്നത് ചിറക്കടവ് മഹാദേവനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ ഇന്നുള്ള വളർച്ചയ്ക്ക് ഏറ്റവും നിദാനമായ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണത്. എനിക്കൊന്ന് ഊണിലും ഉറക്കിലൊത്തിലും അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വേണ്ടിയായിരുന്നു ഇതാണ്. ഒരു കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് ആ ക്ഷേത്രത്തിനെ ഇന്ന് ഈ നിലയിലാക്കിയത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനവും ഒക്കെ തന്നെയാണ്. ആരും മറക്കാൻ പറ്റത്തില്ല. കാരണം
24 മണിക്കൂറും അദ്ദേഹം സജീവമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം സംബന്ധിച്ചുമൊക്കെ ഏതായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ച് വളരെയേറെ ദുഃഖകരമാണ്. 20 മൈലിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുൻ MLA കെ സുരേഷ് കുറുപ്പ്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായർ, VG ലാൽ, ടോമി കല്ലാനി, അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പാലക്കാട് സ്വദേശിനി ശോഭയാണ് ഭാര്യ, നന്ദകുമാർ മകനാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവം നടന്നുവരികയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം കലാപ്രേമികൾക്ക് ആസ്വാദനത്തിനായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം 6 ദിവസം പിന്നിട്ടു. ഭക്തജനങ്ങളെയും കലാപ്രേമികളെയും ആനന്ദിപ്പിച്ച് കലാനിലയം അനിൽകുമാറിന്റെ ശിക്ഷണത്തിൽ മാസ്റ്റർ ശബരിനാഥനും സംഘവും അവതരിപ്പിച്ച തായമ്പക ആസ്വാദക മനസ്സിൽ ആനന്ദം വിതറി. ക്ഷേത്രത്തിന്റെ ഉപഹാരം തിരുവുത്സവ കമ്മിറ്റി രക്ഷാധികാരി A. കേരളവർമ്മ, VHP ജില്ലാ ജോയിന്റ് സെക്രട്ടറി KT പുരുഷോത്തമൻ എന്നിവർ ചേർന്ന് അനിൽകുമാറിനെയും ശബരിനാഥനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് അമ്മു ജെയുടെ മോഹിനിയാട്ടവും നടന്നു. ഗണപതി ഭഗവാൻ തുണയായി ഗണപതി ഭഗവാൻ തുണയായി അച്ഛനും അമ്മയും ഉടലയോറും ഗണപതിയെ ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ കലശദിനം കൊണ്ടാടി. ഇതോടൊപ്പം പൊങ്കാലയും നടന്നു. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി ഹരികുമാർ K. വിഷ്ണു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലുമായിരുന്നു ചടങ്ങുകൾ. നിരവധി സ്ത്രീകൾ ചെറുവള്ളിലമ്മയുടെ തിരുമുമ്പിൽ മകരപ്പൊങ്കാലയിട്ടു. മീനച്ചിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 31ാം വാർഷികം ആഘോഷിച്ചു. പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം ഉദ്ഘാടനം നിർവഹിച്ചു. പാലയിലെ കലാസ്വാദക കൂട്ടായ്മയായ മീനച്ചിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 31ാമത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം നിർവഹിച്ചു. ഈ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള വേൾഡിൽ എല്ലാ കാര്യവും നമ്മളൊരു കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കരിയർ എടുക്കാൻ വന്നാലും സയൻസ് സബ്ജക്റ്റ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ആർട്സ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എടുക്കാനുള്ള ഒരു ഇത് നമ്മളിൽ കുറഞ്ഞു പോവാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും പേരൻസ് ആണ്, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉള്ളവരാണ്. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുമ്പോൾ നമ്മൾ പറയും സയൻസ് സബ്ജക്റ്റ് എടുക്കുക. എന്തിനാണ് ഈ ഭരതനാട്യം അല്ലെങ്കിൽ പാട്ടൊക്കെ പഠിച്ചിട്ട് എന്തിനാ, നിനക്ക് എത്രത്തോളം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും, ജീവിതം ആദ്യം സേഫ് ആക്കുമെന്ന് പറയും. എസ്പെഷ്യലി ഇന്ത്യൻസിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ മിഡിൽ ക്ലാസ് ഇൻകത്തിൽ നിന്ന് വരുന്നവരാണ്. നമ്മുടെ പ്രയോറിറ്റീസ് ഷിഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അവിടെ അന്യം നിന്ന് പോകുന്നത് ചിലപ്പോൾ കുറെ സ്വപ്നങ്ങളാകാം, ആഗ്രഹങ്ങളാകാം. പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് പിള്ളാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി ഡോക്ടർ സുരേഖ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പാലാ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ഫാസിറ്റ് പുതുവർഷത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ, സെക്രട്ടറി ബെന്നി മൈലാടു, സോമശേഖരൻ തച്ചേട്ട്, KK രാജൻ, ബൈജു കലപ്പറമ്പിൽ, ഷിബു തെക്കമറ്റം, ഉണ്ണിക്കുളപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ ആദ്യ പരിപാടിയായി തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷീറ്റ് റബ്ബറിന് വില 200 കടന്നു. വിപണിയിൽ ഷീറ്റ് ക്ഷാമം രൂക്ഷം. ലാറ്റക്സും ചിരട്ടപ്പാലും വിൽക്കുന്നത് തിരിച്ചടി. കർഷകർക്ക് വിലവർധന പ്രയോജനം ചെയ്യുന്നില്ല. അക്ഷരനഗരിയുടെ തിലകക്കുറിയായ ബസേലിയസ് കോളേജിന് ഓട്ടോണമസ് പദവി. നാക് മൂല്യനിർണ്ണയത്തിൽ A++ ഗ്രേഡ്. ഡോക്ടർ സഖറിയാസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത പ്രഖ്യാപനം നടത്തി. ചിറക്കടവ് ക്ഷേത്ര പരിസരം ഭക്തിപ്രഭയിൽ. ദിനവും എത്തുന്നത് ആയിരങ്ങൾ. ആസ്വാദക ഹൃദയം കവർന്ന് കലാപരിപാടികൾ. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരം കോട്ടയത്ത്. കോതനെല്ലൂർ ഇമ്മാനുവൽ സ്കൂളും പാമ്പാടി RITയും ജേതാക്കൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.